കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് കലക്ടർ സർക്കാരിന് സമർപ്പിച്ചു. ധനസഹായം സംബന്ധിച്ച റിപ്പോർട്ടാണ് കൈമാറിയത്. അപകടമുണ്ടായ കെട്ടിടത്തിന്റെ 3-ാം നിലയിലെ ശുചിമുറി രോഗികൾ ഉപയോഗിച്ചിരുന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, ഈ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഉടനെ തന്നെ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതയല്ലേ എപ്പോഴാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ധന്യ, പ്രാഥമിക റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് സർക്കാരിന്. പക്ഷേ പ്രാഥമിക റിപ്പോർട്ടിൽ ധനസഹായം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് പരാമർശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മന്ത്രിസഭാ യോഗം 11-ാം തീയതി ചേരുമ്പോൾ ബിന്ദുവിന്റെ കുടുംബത്തിന് നൽകേണ്ട ധനസഹായം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കലക്ടർ കൈമാറിയിരിക്കുന്നത്. അതാണ് അടിയന്തരമായ റിപ്പോർട്ട് എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് എന്ന നിലയിൽ നൽകിയിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ട് അടുത്ത ആഴ്ച, ഈ ആഴ്ച അല്ലെങ്കിൽ അവസാനത്തോടു കൂടി ആരോഗ്യ വകുപ്പിന് കൈമാറും. ആ റിപ്പോർട്ടിലായിരിക്കും ഈ അപകടം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും മറ്റും പങ്കുവെക്കുക. എന്തായാലും ഇപ്പോൾ നൽകിയിരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടിൽ ഈ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ, അതോടൊപ്പം തന്നെ അവരുടെ ഉപജീവന മാർഗം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, മുന്നോട്ടുള്ള ഭാവി കാര്യങ്ങളിലെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ ശുപാർശ ചെയ്തുകൊണ്ടുള്ളൊരു ഒരു റിപ്പോർട്ടായിരിക്കും ഇപ്പോൾ സമർപ്പിക്കുക. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ അടിയന്തര റിപ്പോർട്ടായി കൈമാറിയിരിക്കുന്നത്. അതേസമയം വിശദമായ റിപ്പോർട്ടിൽ നേരത്തെ പല വിവരങ്ങളും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഫയർഫോഴ്സിന്റെയും ഈ കെട്ടിടം തകർന്നു വീണ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് PWD നിർമ്മാണ വിഭാഗത്തിന്റെയും ഒക്കെയും കത്ത് ആവശ്യമാണ്. ആ വിവരങ്ങളൊക്കെയും കളക്ടർ തേടിയിട്ടുണ്ട്. പ്രാഥമികമായി കളക്ടർ നേരിട്ടെത്തി തെളിവെടുപ്പ് ഇവിടെ പൂർത്തിയാക്കിയിരുന്നു. ഈ തെളിവെടുപ്പിലാണ് ഇത്തരത്തിൽ ഈ 3-ാം നിലയിലെ ശുചിമുറികൾ ഉപയോഗിച്ചിരുന്നതായിരുന്നുള്ള കണ്ടെത്തലിലേക്ക്, അനുമാനത്തിലേക്കും എത്തിയിരിക്കുന്നത്. ആ ശുചിമുറികൾ രോഗികൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദമായി സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ കൈമാറുകയും ചെയ്യും. ഇതിനിടെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ മുഴുവൻ കെട്ടിടങ്ങളുടെയും ബലം അല്ലെങ്കിൽ ഫിറ്റ്നസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ട് ആർപ്പൂക്കര പഞ്ചായത്ത് നടപടി സ്വീകരിക്കും. ആർപ്പൂക്കര പഞ്ചായത്ത് അടുത്ത ദിവസം ചേരുന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഇക്കാര്യത്തിലേക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രധാനമായും മുഴുവൻ കെട്ടിടങ്ങളുടെയും ഫിറ്റ്നസ് കാണിക്കുന്നതിന് ആവശ്യമായ നോട്ടീസ് നൽകുകയാണ് ചെയ്യുകയെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ തന്നെ പഞ്ചായത്ത് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റ് പദ്ധതികളുടെ നടത്തിപ്പുകൾക്കുമൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ പഞ്ചായത്തിനെ ഇക്കാര്യങ്ങൾ ഒന്നും അറിയിക്കാറില്ല. അത്തരത്തിലുള്ളൊരു കൂടിയാലോചനകൾ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ അപകടത്തിന് പിന്നാലെയും പഞ്ചായത്ത് അധികൃതർ ആവർത്തിച്ചത്. ഇക്കാര്യങ്ങളിലുമൊക്കെയും പിടിമുറുക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ. എന്തായാലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കളക്ടർ കൈമാറിയിട്ടുണ്ട്. ധനസഹായം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിലുള്ളത്. 11-ാം തീയതി ചേരുന്ന ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ധനസഹായം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തും. അതിനുശേഷം ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്കായിരിക്കും വിശദമായ അപകടം സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർ സമർപ്പിക്കുക.